കോഴിക്കോട് ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ രേണുക വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, വലിയ തീപിടുത്തമാണോ ഉണ്ടായിരിക്കുന്നത്? ഇതിപ്പോൾ എത്ര സമയമായി തീ ഇങ്ങനെ ആളിപ്പടരാൻ തുടങ്ങിയിട്ട്? ആര്യ, കുറച്ചധികം സമയമായി ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ട്. ഇത് ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ ഒരു വെളിച്ചെണ്ണ മില്ലാണ്, തൃപ്തി വെളിച്ചെണ്ണ മില്ലാണ്. അവിടെയാണ് അല്പസമയം മുൻപ് തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മീഞ്ചന്തയിൽ നിന്നുൾപ്പെടെ 3 ഫയർഫോഴ്സിന്റെ യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തുകയും തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കും അപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും തീ ആളിപ്പടരുകയാണ്. ഇത് ഒരു ഭാഗത്ത് നിന്ന് തീ ആരംഭിച്ച് മറുഭാഗത്തേക്ക് ഇങ്ങനെ പടർന്നു പോകുന്നു. അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. സമീപത്തേക്കൊന്നും, അതായത് ഈ തൃപ്തി വെളിച്ചെണ്ണ മില്ലിനപ്പുറത്തേക്ക് തീ എത്തിയിട്ടില്ല എന്നുള്ളതും ആശ്വാസമാണ്. അതിനെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറെ ശ്രമകരമായ ജോലി. അതിന്റെ തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉള്ളത്. ഏതായാലും നിലവിലിപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വിവരം ലഭ്യമായിട്ടില്ല. പക്ഷേ വലിയ തീപിടുത്തമാണ്. നമുക്കത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യാം. നിലവിൽ തീ അണയ്ക്കാനുള്ള വലിയ ശ്രമം അത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തുടരുകയാണ്. ഓക്കെ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ രേണുക വെളിച്ചെണ്ണ മില്ലിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം. തീ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ പടരാതിരിക്കാനുള്ള തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.